നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ PFI കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് നടക്കുകയാണ്. പലപ്പോഴായിട്ട് ഇത്തരത്തിൽ NIA അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡുകൾ കേരളത്തിലടക്കം പല ഭാഗങ്ങളിലും നടത്താറുണ്ട്. PFI നിരോധിച്ചെങ്കിലും ഇപ്പോഴും അന്തർധാരയിലൂടെ PFI പ്രവർത്തനങ്ങൾ പല കോണുകളിലും നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NIA ഇപ്പോഴും PFIയെ വേരോടെ പിഴുതെറിയാനായിട്ട് ഇത്തരത്തിൽ മിന്നൽ റെയ്ഡുകൾ നടത്തുന്നത്. ഇപ്പോൾ പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലായി 20ഓളം PFI കേന്ദ്രങ്ങളിലാണ് NIA സംഘം പരിശോധന നടത്തുന്നത്. കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പരിശോധന മിക്കയിടത്തും പുലർച്ചെയാണ് അവസാനിച്ചത്. ഒളിവിൽ കഴിയുന്ന 6 പ്രതികളെ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ്. ഇവർ PFI കേസുകളിലും പാലക്കാട്ടെ RSS കാര്യകർത്താവായ A. ശ്രീനിവാസൻ വധക്കേസിലും പ്രതികളാണ്. മേലെ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് മൻസൂർ, എറണാകുളം സ്വദേശി മുഹമ്മദ് യാസർ റാഫത്ത്, പാലക്കാട് സ്വദേശി അബ്ദുൾ റഷീദ്, എറണാകുളം എടവനക്കോട് സ്വദേശി അയൂബ് TA, മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്ജീൻ കുട്ടി, എറണാകുളം പറവൂർ സ്വദേശി അബ്ദുൾ വഹാബ് എന്നിവരാണ് പിടിയിലാകാനുള്ളത്. ഇവർക്ക് ഒളിവിൽ താമസിക്കാൻ സൗകര്യമൊരുക്കിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം മേലെ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് മൻസൂർ യമനിലേക്ക് കടന്നതായും സൂചനകളുണ്ട്. പ്രതികൾക്കായി 2024 ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇവരെ കണ്ടെത്തുന്നവർക്കും ലക്ഷങ്ങളായിരുന്നു പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത്. റെയ്ഡിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പുലർച്ചയോടെയാണ് റെയ്ഡ് ആരംഭിച്ചത്. എറണാകുളം, തൃശൂർ, പാലക്കാട് അടക്കമുള്ള ജില്ലകളിലാണ് റെയ്ഡ്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ്, NIA കേസുകൾ എന്നിവയിലാണ് നടപടി. ഈ 2 കേസുകളിലും ചില പ്രതികൾ ഒളിവിൽ കഴിയുകയാണ്. ഇവർ സ്ഥലത്തുണ്ട് എന്ന സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് റെയ്ഡ് നടന്നതെന്നാണ് റിപ്പോർട്ട്. PFI കേന്ദ്രങ്ങളിലും പ്രവർത്തകരുടെ വീടുകളിലുമാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന. സംഘടന നിരോധിച്ചെങ്കിലും അതിൻ്റെ ആശയം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. രഹസ്യമായി പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി NIA റെയ്ഡ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളെ കണ്ടെത്താൻ പൊതുജന സഹായം തേടി NIA രംഗത്ത് വന്നിരുന്നു. കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ട് പിടികിട്ടാപ്പുള്ളികളായ 6 പ്രതികൾക്കായാണ് NIA ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവരെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് വൻ തുക പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതികൾ ആലുവ, പാലക്കാട്, മലപ്പുറം സ്വദേശികളാണ്. വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വ്യക്തി വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ഭയമില്ലാതെ ജനങ്ങൾക്ക് വിവരം നൽകാനായി കൊച്ചി NIA ഓഫീസിന്റെ വിലാസവും ഫോൺ നമ്പറുകളും ഏജൻസി പരസ്യപ്പെടുത്തിയിരുന്നു. ഇടുക്കി പോലീസാണ് ഫേസ്ബുക്കിൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. നിരോധനത്തിന് ശേഷവും PFI ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് 2026 ജനുവരി 28 കേരളത്തിൽ NIA വ്യാപകമായ റെയ്ഡ് നടത്തി. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലായി ഏകദേശം 20 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. ചാവക്കാട്ടെ SDPI നേതാവിൻ്റെ വീട്ടിലും ഇതിൻ്റെ ഭാഗമായി പരിശോധന നടന്നു. ഡൽഹിയിലെ പാട്യാല ഹൗസ് കോടതിയിൽ 20 PFI നേതാക്കൾക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇൻ ക്യാമറ നടപടികളും 2026 ജനുവരിയിൽ നടന്നിരുന്നു. PFI അംഗങ്ങൾ വിദേശത്തു നിന്ന് ആയുധങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചതായും ആയുധ പരിശീലനം നൽകിയതായും NIA കോടതിയെ അറിയിച്ചു. കേരളത്തിലെ ജഡ്ജിമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടെ 977 പേരുടെ പട്ടിക PFI കൊലപ്പെടുത്താനായി തയ്യാറാക്കിയിരുന്നതായും NIA കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിലൊരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് 2022 സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ PFIയെയും അതിൻ്റെ അനുബന്ധ സംഘടനകളെയും 5 വർഷത്തേക്ക് നിരോധിച്ചത്. നിരോധിക്കപ്പെട്ട സംഘടനയിൽ പ്രവർത്തിച്ചതിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരിച്ചതിനും PFI അംഗങ്ങൾക്ക് കർണാടക ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ 2026 ജനുവരിയിൽ ജാമ്യം നിഷേധിച്ചു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ പല രീതിയിലും ഭാവത്തിലും വീണ്ടും സജീവമാകുന്നുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അടുത്തിടെ പൊട്ടിമുളയ്ക്കുന്ന ചില മോണ്ടിസോറി സ്കൂളുകൾ, അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് പിന്നിലും നിരോധിത ഭീകര സംഘടനയുടെ അംഗങ്ങളാണെന്നാണ് വിവരം. PFI നിരോധനത്തോടെ ഫണ്ട് വരവിന് കുറവ് സംഭവിച്ചിരുന്നു. ഇതോടെ സജീവ പ്രവർത്തകരായിരുന്ന പലരും അറബ് രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നു.
നാട്ടിൽ നിന്ന് പ്രവർത്തനം സജീവമാക്കുന്നവരാണ് SDPIയിലും മറ്റും ചില രാഷ്ട്രീയ പാർട്ടികളിലും ചേക്കേറിയത്. ഇതിനു പുറമെയാണ് സന്നദ്ധ പ്രവർത്തനങ്ങളുടെയും മോണ്ടിസോറി സ്കൂളുകൾ, അക്യുപങ്ക്ചർ ചികിത്സാലയങ്ങൾ, ജിം പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയുടെ മറവിലും രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന ഒരു മോണ്ടിസോറി സ്കൂൾ PFIയുടെ ആയുധ പരിശീലകനായിരുന്ന വ്യക്തിയുടേതാണ്. ആയോധന കലയിൽ പ്രാവീണ്യമുള്ള ഇയാൾ വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി. മുൻപ് ഇയാൾ ചില വിദ്യാലയങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തിയിരുന്നു. വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെയാണ് വിദ്യാലയങ്ങളുടെ ചുമതലക്കാർ ഇയാൾ PFIക്കാരനാണെന്ന് തിരിച്ചറിയുന്നത്. ഇയാളുടെ ഭാര്യയുടെ പേരിലാണ് സ്കൂൾ നടത്തുന്നത്. ഇവിടെ മുൻ PFIക്കാരും SDPIക്കാരും സ്ഥിരമായി എത്തിയിരുന്നതായും രഹസ്യയോഗങ്ങൾ ചേരുന്നതായും പരിസരവാസികൾ പറഞ്ഞു. അടുത്തിടെ സ്കൂളിലെ കൊച്ചുകുട്ടികളെ മുൻകൂർ അനുമതിയില്ലാതെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസിങ്ങിനെ കുറിച്ചുള്ള കൊച്ചുകുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇയാളും മറ്റു ചില PFIക്കാരും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. പോലീസുമായി അടുപ്പമുണ്ടാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇത്തരം സന്ദർശനങ്ങളെന്നാണ് സൂചന. ഇതിനു മുൻപ് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രം എന്ന പേരിൽ സ്ഥാപനങ്ങൾ തുടങ്ങി അവിടെ PFI യോഗങ്ങൾ സ്ഥിരമായി നടത്തിയിരുന്നു എന്ന ആരോപണങ്ങളുമുണ്ട്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന നിസ്സാര പ്രാദേശിക വിഷയങ്ങൾ വരെ മസ്ജിദ് കമ്മിറ്റികളിൽ ഉയർത്തിക്കൊണ്ടുവന്ന സാമുദായിക അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന തന്ത്രവും ഇക്കൂട്ടർ പയറ്റുന്നു. ഏതായാലും ഇപ്പോഴും രാജ്യം മുഴുവൻ ഇത് നിരോധിച്ച വർഷങ്ങളായിട്ടും പല രീതിയിലും അന്തർധാരയിലൂടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് വേരോടെ പിഴുതെറിയാലാണ് NIA ഇത്തരത്തിലുള്ള മിന്നൽ റെയ്ഡുകൾ പലയിടങ്ങളിലും നടത്തുന്നത്. ഇപ്പോൾ നടത്തിയിട്ടുള്ള റെയ്ഡിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ റെയ്ഡുകൾ പല മേഖലകളിലും ഏകദേശം 20 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഇത്തരത്തിൽ PFI പ്രവർത്തനങ്ങൾ സജീവമാകുന്ന മേഖലയിലടക്കം കൃത്യമായിട്ടുള്ള റെയ്ഡുകളാണ് NIA നടക്കുന്നത്. ഒരു തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്ത് അനുവദിക്കില്ല എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം. അത്രയേറെ ഉറപ്പുള്ള, അത്രയേറെ ചങ്കൂറ്റമുള്ള ഒരു ഭരണകൂടമാണ് കേന്ദ്രം ഭരിക്കുന്നത്. ആ കാലയളവിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കും നമ്മുടെ രാജ്യത്ത് സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള NIAയുടെ ഈ റെയ്ഡുകളെല്ലാം തന്നെ.